ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ചക്ക പറിച്ചിട്ട് വരാം. ചക്ക പറിക്കാൻ വേണ്ടി നമ്മളൊരു തോട്ടി എടുത്തിട്ടുണ്ട്. ഈ തോട്ടി ഉപയോഗിച്ച് വേണം ചക്ക പറിക്കാൻ. അങ്ങനെ ഒരു ചക്ക നമ്മൾ പറിച്ചു, രണ്ടാമത്തേതും അങ്ങനെ പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പറിക്കാം. അങ്ങനെ 3 ചക്ക നമ്മൾ പറിച്ചിട്ടുണ്ട്. ചക്ക ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ചക്ക എടുത്തുകൊണ്ട് വന്ന് ഇനി ഈ ചക്കയൊന്ന് വെട്ടി മുറിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചക്ക വെട്ടി മുറിക്കാം. അതിനുവേണ്ടി നമ്മളൊരു കോടാലിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പം വെട്ടി മുറിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചക്കയുടെ സെൻറ്റർ നോക്കി ഒരു വെട്ട് കൊടുത്തു. അങ്ങനെ ചക്ക 2 പീസായി. പിന്നെ അതിൻ്റെയും ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചക്ക ഏറ്റവും ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ കാണുന്ന ഈ ചക്കയുടെ കൂഞ്ഞാണ് ഈ സെൻട്രൽ പോർഷനിലായിട്ട് കാണുന്നത്. അത് വെട്ടിയെടുക്കണം. അത് വെട്ടിക്കളഞ്ഞിട്ട് ഈ ചക്കയുടെ അരക്കൊക്കെ തുടച്ച് കളഞ്ഞ് നമുക്ക് ഈ ചക്ക ചുള ഓരോന്നായിട്ട് പറിച്ചെടുത്ത് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. ഈ ചക്ക മുറിക്കുമ്പം നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഈ അരക്ക്. ഇത് നമ്മുടെ കൈകളിലും നമ്മൾ മുറിക്കുന്ന കത്തിയിലുമൊക്കെ പറ്റി പിടിച്ച് ഇത് ഒട്ടും സാധനം. അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പം അതിനു വേണ്ടി അത് ആദ്യമേ തുടച്ചൊക്കെ കളയണം. അത് നമ്മൾ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചകിരിയും തൊണ്ടും പേപ്പറും ഒക്കെ. ചക്ക മുറിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ചക്ക തന്നെ പലൊരു വിധത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ മുള്ളുള്ള ഈ പുറത്തെ തൊലി നമുക്ക് ചെത്തി എടുത്തിട്ട് അങ്ങനെ നമുക്ക് കൊത്തി എടുക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. പല രീതിയിൽ ചക്ക മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഒരു സൈഡിൽ ചക്ക വേവിക്കാൻ വേണ്ടി റെഡിയാക്കുന്നു. നമ്മളിപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. ചക്ക പറിച്ചെടുത്തപ്പോൾ ചക്ക വറക്കാൻ നല്ല ചക്കയാണ്. അപ്പം വിചാരിച്ചു കുറച്ചെടുത്ത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വറക്കാവുന്നു. ചക്ക വെട്ടുന്നത് കണ്ടാൽ തോന്നും ഭയങ്കര കട്ടിയുള്ള പണിയാണ്. പക്ഷേ ഇത് സിമ്പിൾ പണിയാണ്. എല്ലാത്തിനും അതിൻ്റേതായ റിസ്കുകളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത ചക്കയിൽ നിന്നും ഈ ചക്കക്കൂഞ്ഞൊക്കെ നീക്കി അരക്കുമൊക്കെ തുടച്ച് കളഞ്ഞ ശേഷം അതിൻ്റെ ചക്കച്ചുള ഓരോന്നായിട്ട് പറിച്ചെടുക്കണം. നമ്മൾ കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ചക്ക പറിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമ്മളെ കയ്യിൽ ഇതിൻ്റെ അരക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ ചക്കയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക ചെറുതായിട്ട് ചുള കീറിയിട്ട് അതിനകത്തിലെ ചക്കക്കുരുവും പാടയും അതിൻ്റെ ഈ ചവണിയെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതായി കാണുന്നത് പോലെ. നമ്മൾ ചക്ക മുഴുവനായിട്ടും ഉപ്പേരിക്ക് വേണ്ടി പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ വലിയ എണ്ണ എടുക്കുന്നില്ല. നമ്മളൊരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചക്ക അരിഞ്ഞ് വെച്ചത് മുഴുവൻ ഇടുകയാണ്.
നമുക്കത് നമ്മൾ എണ്ണ കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് ആ എണ്ണയ്ക്കകത്തിലെല്ലാം ഒന്ന് മുക്കി വരത്തക്ക രീതിയിൽ ഒരു തവി കൊണ്ട് അതൊന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് അധികം എണ്ണ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ നമ്മൾ കുറച്ചേ വറക്കുന്നുള്ളൂ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതിനുള്ള എണ്ണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മളിവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ചിലർ ചക്ക വറക്കുമ്പോൾ അതിനൊരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പക്ഷേ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ചക്കയും എണ്ണയും വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചത്. ചക്കയും വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പും പൊടിയും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞു പോകും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ നമുക്കിത് കോരിയെടുക്കാൻ പരുവത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കോരിയെടുത്ത് എണ്ണയെല്ലാം ഊറി പോകുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. നമ്മളിവിടെ ചെറിയ ഹോളുള്ള പാത്രം എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ എണ്ണ പെട്ടെന്ന് ഊറിപ്പോകാൻ നല്ലതാണ്. അങ്ങനെ നമ്മൾ ആ പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ തവണ വറുത്തതെല്ലാം എന്താ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വറക്കാനുള്ളത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. എണ്ണ കുറവായതുകൊണ്ട് നമുക്കിത് എണ്ണയ്ക്കകത്തി മുങ്ങിപ്പോകാനുള്ള എണ്ണ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എല്ലാവരും ഒന്ന് ഒരു തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നൈസായിട്ട് ഇളക്കി വെച്ച് എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്തി മുക്കി വെക്കാം. അങ്ങനെ നമ്മൾ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിയും. അങ്ങനെ അതും നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമതായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ആദ്യം വറുത്തതും രണ്ടാമത് വറുത്തതും തമ്മിൽ കളർ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ആദ്യം വറുത്തത് കുറച്ച് മൂത്ത് പോയി. അതാണ് അതിന് നമ്മൾ കോരാനേ താമസിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നത്. എന്നാലും കുഴപ്പമില്ല, വലുതായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് വറുത്തത് കോരിയെടുത്ത് പാത്രത്തിൽ എണ്ണ മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഉപ്പുപൊടിയും ചക്കയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേപ്പറിലേക്ക് നിരത്തി വെക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് എണ്ണയെല്ലാം പൊക്കോളും. അങ്ങനെ എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്കിനി ഇതൊരു കുപ്പിയിലേക്ക് ഇട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം, വൈകിട്ട് ചായ കുടിക്കുമ്പോഴുമൊക്കെ. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.